എന്റെ ആവണിമോളെ കള്ളിയാക്കാൻ നോക്കിട്ട് ഇപ്പൊ എന്തായി? കമലേ മതി, എന്തായാലും മാല കിട്ടിയല്ലോ. അതെങ്ങനെയാ മാല ഇപ്പൊ കിട്ടിയത്? നേരത്തെ അർച്ചന അതിനകത്ത് മുഴുവൻ നോക്കിയെന്നല്ലേ പറഞ്ഞത്? അപ്പ ഇല്ലാതിരുന്നത് ഇപ്പൊ എങ്ങനെ വന്നു? അതെനിക്കറിയില്ല. ഇപ്പൊ നോക്കുമ്പോ മാല അതിനിടയിൽ കിടക്കുന്നു. അർച്ചനേട്ടത്തി നോക്കിയപ്പോ അത് കണ്ടു കാണില്ല. താഴെ വീണാലും രണ്ട് മാലയും കൂടി ഒരുമിച്ച് വീഴൂ. എന്തായാലും മാല കിട്ടിയല്ലോ മോളെ, അതിങ്ങ തന്നെ. എങ്കിലും എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് മറ്റുള്ളവരുടെ മേല് പഴിച്ചായിരുന്നത് ചിലർക്കൊരു സുഖ. നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇനി ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ഇവിടെ വേണ്ട. എന്തായാലും നഷ്ടപ്പെട്ട മാലകൾ തിരിച്ചു കിട്ടിയല്ലോ. പാവ ആവണിമോള് ഒരുപാട് സങ്കടപ്പെട്ടു. മോളിങ് വാ. വാ മോളെ, മുത്തശ്ശനല്ലേ വിളിക്കുന്നേ? മോൾ ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ? മോൾ അത് എടുക്കില്ല എന്ന് മുത്തശ്ശന് ഉറപ്പായിരുന്നു. സങ്കടപ്പെടണ്ട കേട്ടോ. മുത്തശ്ശൻ മോൾക്കൊരു സമ്മാനം തരാം. ഇത് മോൾക്കിരിക്കട്ടെ. മുത്തശ്ശന്റെ ഒരു സമ്മാനം. മാഷേ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. മുത്തശ്ശന്റെ മാല അങ്ങ് കൊടുത്തേക്ക്. ഇത്രയും വലിയ മാല മോക്ക് വേണ്ട. പുറത്തു പോകുമ്പോ പോലും ഞങ്ങൾ ഇവിടെ സ്വർണ്ണമൊന്നും അണിയിക്കാറില്ല. മോളെ, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. എന്തിനാ മീരെ കുട്ടിയെ നിർബന്ധിക്കുന്നത്? ഞാനിത് ഇവൾക്ക് സന്തോഷത്തോടുകൂടി കൊടുത്തല്ലേ. ഇവൾ എന്റെയും കൊച്ചുമോളല്ലേ. ഇവൾക്കൊരു സമ്മാനം കൊടുക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഇത് മോളുടെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ.